വന്നു കഴിച്ചു ഓടി ഇപ്പതേ ഉറങ്ങുന്നു. ആരാണ് നീ? സത്യം പറയടാ. എന്റെ പേര് ഗൗരവം. പേര് കേട്ട പുഷ്കരന്റെ മോനാണ് ഞാൻ. നിന്നെ ആർക്കും അറിയില്ല. നിന്റെ അപ്പന്റെ പേരും പറയണ. നീ എന്തിനാ ഇങ്ങ വന്ന? പറയടാ. ഈ നാട്ടിലേക്ക് കൊറേ കാശുമായി പുതിയൊരു ഹോട്ടല് പണിയണമെന്ന് പറഞ്ഞ് വന്നതാണ് ഞാൻ. എന്റെ മഹത്വം അറിയാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഉത്സവവും പരിപാടികളും ആഘോഷമൊക്കെ നടക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാം. നീ പുതുതായിട്ട് ഡയലോഗ് നടിക്കല്ലേ? പണം തരാൻ പറ്റുമോ ഇല്ലയോ? ഫോൺ വന്നല്ലോ. ഇനി കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. ഹലോ. അല്ല, നിങ്ങൾ എവിടെയാ? ഞാൻ നിങ്ങളെ വിളിച്ചു നോക്കിയായിരുന്നു. അപ്പൊ വിളിക്ക് പോലാളി. ഹലോ. മര്യാദക്ക് നിനക്ക് തന്നെ സംസാരിച്ചാ പോരെ? ചുമ്മാ ഇരിക്കണം. നീ വിളി കാര്യങ്ങൾ നടക്കട്ടെ. ഹലോ, പറ മോലാളി. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ നിന്റെ ശരവണൻ നമ്മൾ എറണാകുളത്ത് എത്തിയത് മുതൽ സംസാരിക്കുന്നേ ഇല്ലല്ലോ. ശരവണൻ കുറച്ച് ബിസിയാ മോലാളി. എന്റെ കൂടെ വന്നിട്ട് നിങ്ങൾ തനിയെ എങ്ങനെയാടാ ബിസിയാവുന്നേ? ഇവിടെ കൊച്ചു ചെറുക്കന്മാര് വരെ തവിയെടുത്ത് എന്നെ തല്ലുകാടാ. ഞാൻ ആരാണെന്ന് അവർക്ക് അറിയില്ലടാ. വലിച്ചഴച്ചോണ്ട് വന്നടാ. അങ്ങനെയാണോ? എന്താടാ അങ്ങനെയാണോന്ന് ചോദിക്കുന്നേ? രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വന്നതാടാ. ലഞ്ച് ടൈം കഴിയാറായല്ലോ. ലഞ്ച് ടൈം തീരാറായിരുന്നോ? അപ്പോ ലഞ്ച് പെട്ടെന്ന് കഴിക്കും മോലാളി. എന്തുവാടാ പറയുന്നേ? ശരീരം നോക്കണം കേട്ടോ മോലാളി. എന്താടാ സംസാരിച്ചോണ്ടിരിക്കും ഇങ്ങനെ? എന്തായി? ലഞ്ചാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പുതിയ തരം കള്ളത്തറ ഇതൊക്കെ. ഇവന്മാരൊരു ഗ്യാങ് ആയിട്ട് പല സ്ഥലത്തും കേറി കട്ട് മുടിക്കുന്നവരാ. അണ്ണൻ പറഞ്ഞ ശരിയാ. എടാ നീ മുണ്ടശ്ശിയൊക്കെ എവിടെന്നാ മോഷിച്ചത്? വലിയ അഭിനയൊന്നും വേണ്ടോ. അവന്റെ ഒരു കരച്ചില് കണ്ടില്ലേ? എന്താ മുതലാളി ഇവൻ കിടന്നല്ലോ. പൈസ കാണുന്നില്ലെന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തൂടെ? എന്തിനാ കുട്ടി അങ്ങനെയൊക്കെ ചെയ്യണം? എന്ത്? എന്റെ മുകളിൽ എന്തിനാ? കോമൺ ആയിട്ട് ചെയ്തൂടെ? ടെൻഷനില്ലാതെ ഒന്നും തോന്നിയില്ല. ശരി, വരൂ ആദ്യം സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം. ശ്രദ്ധിച്ചു കൊടുക്കണം. ഇതെന്താ തിരിച്ചു കൊടുത്തത്? വീട്ടിലേക്ക് പോ. അല്ല, അപ്പൊ അമ്പലത്തിലേക്ക് കേറണ്ടേ? കേട്ടാ മതി. പിന്നെ ഒന്ന് ദൈവത്തെ ഇപ്പൊ ഇവിടുന്ന് പിക്കോ. അമ്മാവനും അളിയനും കൂടി അമ്പലത്തിൽ വന്നിട്ടുണ്ട്. പെട്ടെന്ന് വന്നാ ഇപ്പൊ തന്നെ പൊക്കിക്കളയാ. ഏതമ്പലത്തില്? നമസ്കാരം, ഞാനാ രാജരാമൻ. ഈ അമ്പലത്തിന്റെ ആണ്. നമസ്കാരം. എന്താ കാര്യം പറഞ്ഞോളൂ. നിങ്ങളാണ് ആ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണിക്ക് സ്റ്റേ ഓർഡർ വാങ്ങിയ ആള്? അത് ഞാൻ മാത്രമല്ല വാങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ ഏരിയയിലത്തെ എല്ലാരും സ്റ്റേ ഓർഡർ വാങ്ങിയിട്ടുണ്ടെന്നേ. പാർക്കിംഗ് പ്രധാനമാണല്ലോ. അതറിയാൻ വേണ്ടി വന്നതാ. പിന്നെ മുതലാളിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പുറകിലുള്ള നിങ്ങളുടെ വീടില്ലേ, ആ വീടും പരിസരവും നിങ്ങൾ കൊടുക്കണ്ട. പാർക്കിംഗ് പ്രശ്നം തീരും. പിന്നെ നിങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം. എന്ത് പറയുന്നത്? പിന്നെ വിലയെന്ന് പറഞ്ഞാ നമ്മളത് ഡീൽ ചെയ്ത് തരാം. ഇല്ലില്ല, എനിക്കത് വിൽക്കാനുള്ള ഐഡിയ ഒന്നുമില്ല. അത് മാത്രമല്ല, അത് ഞങ്ങളുടെ പാരമ്പര്യ സ്വത്താണ്. എനിക്കുള്ളത് ആകെ ഒരു മോള. അവളെ കെട്ടാൻ പോണ ചെക്കനാണ് ആ വീടും സ്ഥലവും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെന്നെ. അതിരിക്കട്ടെ, നിങ്ങളുടെ മോക്ക് എത്ര വയസ്സായി? ഏയ്, എന്താ ചോദ്യം ചോദിക്കണേ? പൂജപ്പ കഴിഞ്ഞു കാണും. പ്രസാദം തരുന്ന സമയമാണ്. വാങ്ങി കഴിച്ചിട്ട് പോവാൻ നോക്ക മര്യാദ. ഞങ്ങളാരെന്ന് മനസ്സിലായ എനിക്ക്? നിങ്ങൾ ആരായ എന്താന്നേ? പ്രസാദം എല്ലാവർക്കും ഉള്ളതാ. വാങ്ങി കഴിച്ചിട്ട് പോവാൻ നോക്ക് മക്കളെ. വൃത്തിയാക്കി കഴുകടാ. അവിടെ നിന്നേ. അമ്പലമായത് കൊണ്ട് തൊഴുതിട്ട് പോന്ന് വെച്ചു. വീണ്ടും വരട്ടാ, ഒന്ന് കാണാനുണ്ട്. എന്നെങ്കിലും അവനെ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പൊ എടുത്തോളാം. ഇനി കൈ കിട്ടും. നീ എന്തായി പറയണേ സർവണൻ? അതെ സാർ, ഞങ്ങൾ 5 പേരും ചേർന്ന ബാഗ് നഷ്ടപ്പെടുത്തിയത്. 5 പേരും ചേർന്ന് ബാഗ് തേടിയാനും കുഴപ്പമില്ല. ഇത് 5 പേരും ചേർന്ന് ബാഗ് കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അതൊക്കെ സർവണൻ? അത് പോട്ടെ, ഏതാ ഈ കുട്ടി? ബസ്സിൽ വെച്ച് ഈ കുട്ടിയുടെ ബാഗ് പിടിക്കാൻ കൊടുത്തത്. എങ്ങനെ മോളെ ബാഗ് പോയത്? ബാഗ് എന്റേതാണെന്ന് ഒരാള് ചോദിച്ചിരുന്നു. ഞാൻ ഇവരുടെ കൂടെ ഉള്ള ആളാന്നോർത്ത് ഞാൻ കൊടുത്തു സാറേ. സാറേ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും മോഷ്ടിച്ചാണെങ്കിലോ?
സാറ് ഇവരാണ് കള്ളനെന്ന് തോന്നുന്നു. സാറേ ഞാനൊരു മാന്യനാ. അവരാണ് ലേറ്റസ്റ്റ് കള്ളന്മാര്. അങ്ങനെയാ. എപ്പോ താൻ ഈ മണ്ടത്തരം പറയുന്ന നിർത്തൂ, അപ്പോഴേ തനിക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ. ഒന്ന് ചെല്ലടോ, ചെന്ന് കംപ്ലൈന്റ് എഴുതി വാങ്ങി അവരുടെ ആ നടക്ക് നടക്ക്. ബസ്സിൽ വെച്ച് ആരാന്നറിയാതെ ഒരു പെൺകുട്ടിയുടെ ബാഗ് കൊടുത്തു. ആ കുട്ടിയുടെ ആ ബാഗ് നഷ്ടപ്പെട്ടു. എന്തിനാണോ വെറുതെ അറിയാത്ത പെണ്ണുങ്ങളുടെ ബാഗ് കൊടുക്കുന്നത്? എന്റെ മകളുടെ അടുത്ത് കൊടുത്തുണ്ടെങ്കിൽ ആ ബാഗ് സുരക്ഷമായിരുന്നേനെ. അല്ല അച്ഛാ, അവര് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. താമസിക്കാൻ സ്ഥലമില്ല. അതാ ഇന്ന് ഒരു ദിവസം ഇവിടെ താമസിക്കേണ്ടെന്ന് അല്ല സാർ, ഞങ്ങൾ വേണ്ടാന്ന കുട്ടിയോട് പറഞ്ഞതായിരുന്നു. സാരമില്ല മോനെ, ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായാ എന്റെ മകൾക്ക് അത് സഹിക്കില്ല. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്റെ മോള് 4 പേരെ കൂട്ടിക്കൊണ്ടുവന്നു. അവര് ഹോട്ടൽ കൊടുക്കാൻ വന്നവരാണോ? അല്ലടോ, പരിചയപ്പെട്ട സ്ഥിതിക്ക് തന്നോട് പറയുന്ന കുഴപ്പമില്ല. അവരെ കാണാനും പിച്ചക്കാരെ പോലെ തന്നെ ഉണ്ടായിരുന്നു. സാറേ ഞാൻ അവരെ കുറിച്ചല്ലേ പറഞ്ഞത്? പാവം, ഇന്ന് ഏത് വീട്ടിലേക്കാണ് അവ പോയിരിക്കുന്നത്? ശരി, നിങ്ങളിപ്പോ എന്താ കഴിക്കണേ? ചെറുതായി ടിഫിനോ അതോ ഊണോ? അല്ല ഞങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നീട് നല്ല സദ്യ ഉണ്ടാക്കി തന്നാ മതി സാർ. വിശപ്പ്. ചോദിച്ചോ, നല്ലോണം ചോദിച്ചോ. എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടായോ? അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ ബാഗ് കളഞ്ഞു പോയത്, അല്ലടാ? അയ്യടാ. നിങ്ങൾ ടെറസിന്റെ മുകളിൽ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്ന് തരാം. ഓക്കെ സാർ. എന്താടോ? വന്നപ്പോ മുതൽ ഞാൻ സാറ് സാറെന്ന് വിളിച്ചിട്ട് ഒരു വിഷമം എനിക്ക്. ഇനി ഞാൻ എന്താ വിളിക്കണ്ടേ? അതിന് എന്നെ വിളിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ രാവിലെ തന്നെ ഈ വീട്ടിൽ നിന്ന് പോവില്ലേ? പിന്നെന്താ? അല്ല രാവിലെ പോകുമെന്ന്. അത് കൊള്ളാം. ദൈവനെ കണ്ട അമ്മ കുറച്ച് ചോറ് താ. ലക്ഷ്മി, ആ പാത്രത്തെ അങ്ങോട്ട് കമത്ത്. ആ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്. ഹലോ, പൈസ ഇല്ല, എന്നിട്ട് നിനക്ക് എന്തിനാ ഈ അല്ലല്ല, എടാ എന്റെ ഫോണ്. ഫോണ്. ഇങ്ങോട്ട് തിരിയണം. അല്ല സാർ, ഒരു സെക്കൻഡ്. എന്താ നിനക്ക് കാര്യാട്ടാ ഇവിടെ ജോലി തന്നത്? ഗ്രൈൻഡറിൽ അരയ്ക്കുന്ന സമയത്താണോടാ എന്റെ ഫോൺ എടുത്തിടുന്നത്? ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോടാ. പോടാ, പോ, പോ. എന്ത്? ഓ നായനോ? ഓ ഓണറോ? ആ പോയി വിളിച്ചോണ്ട് വാ. എന്താടാ എന്താ പറ്റിയടാ? അവനല്ലേ അടിച്ചു മുതലാളി? എന്താന്ന് ചോദിച്ചപ്പോ വാലിട്ട് കുത്തി മുതലാളി. ചോര അതേടാ, ഞാൻ തന്നെയാടാ അവനെ കുത്തിയത്. രണ്ടിലൊന്നും അറിയണം. എന്റെ ജോലിക്കാരനെ തലിയല്ലേ? അതേടാ, നിന്നെ കൊല്ലാൻ ഞാൻ വിടില്ല. എന്നാ അതൊന്ന് കാണണമല്ലോ. അവിടെ നിൽക്കടാ. നിന്റെ സാരി ഇടോ, താരക്കൊരു മുതലാളിയാണോ? തനിക്കൊന്നും വൃത്തികെട്ട ജന്തു. എടാ ജോലിക്കാരെ, നിന്റെ മുതലാളി തന്നെ എടാ, നീ എന്റെ ഭാര്യയുടെ സാരി വലിച്ചില്ലേ? എന്റെ ഭാര്യയുടെ നോക്കടാ, എന്റെ ഭാര്യ അതാ, കണ്ടില്ലേ? അതാ കണ്ടില്ലേ? നേരത്തെ കണ്ടതല്ലേ? എങ്ങനെ കണ്ടു? ആനക്കാരി നടക്കണോ? ചേക്കാരും അയാളെ തലയിൽ കണ്ടതല്ലേ? അവരെ നമുക്ക് ചോദിക്കാം. വാ കേട്ടാ. അവിടെ നിന്നാ. ഇപ്പൊ അവരോടെ എടാ, ഇങ്ങോട്ട് വാ. കണ്ടില്ലേ മുതലാളി, ഇവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോ വായിൽ വട വെച്ച് കഴിച്ചോണ്ടിരിക്കാ. തുപ്പിക്കളയടാ, തുപ്പണ മര്യാദക്ക്. എടാ, എന്നെ കണ്ട 2 വയസ്സ് പ്രായം കൂടിയ ആളാണ്. അതും തുപ്പി തൊലക്കേ. എടാ തുപ്പാൻ മര്യാദക്ക് പറഞ്ഞത് കേട്ടോ. എന്താടാ അവൻ ഒരുമിച്ചിരിക്കാൻ പറയുന്നത്? ചെലപ്പോ എല്ലാരും ഒന്നിച്ച് നിർത്തി കാല് വീണ് മാപ്പ് ചോദിക്കാനായിരിക്കും. ചേച്ചി, എല്ലാം മുഴുവൻ മാറ്റാനാ പറയുന്നത്. എടി, അതൊന്ന് മൂടി വെക്ക്. നിന്നോട് മാറി നിൽക്കാനാ പറയണേ. അങ്ങനെയാ? കണ്ടു, അവൻ സമ്മതിച്ചു. എന്താ ചേട്ടാ ഇത്? എന്നോട് മാത്രം നടുക്ക് നിൽക്കാൻ പറയുന്നല്ലോ. ആദ്യം നിന്നല്ല അടിച്ചത്, അതുകൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കാനാ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. പെട്ടെന്ന് വാടാ. എന്താ ചേട്ടാ ഇത്? മെഴുകുതിരിയൊക്കെ എടുത്ത് പിടിച്ചേക്കുന്നല്ലോ. നീ നിൽക്കുന്നത് ചിലപ്പോ കണ്ടു കാണില്ല. ചേട്ടാ, അവൻ എന്നോട് മാപ്പ് ചോദിക്കാൻ പോവാ. എടാ, പെട്ടെന്ന് കാലിൽ വീണിട്ട് പോയിക്കോടാ. എടാ, കോഴി കൂവി തുടങ്ങി. പെട്ടെന്ന് വാ, എനിക്ക് കടയിൽ പോയി പാല് വാങ്ങിക്കാനുള്ളത്. വാടാ, പെട്ടെന്ന് കാലിനോട് മാപ്പ് ചോദിച്ചിട്ട് പോയിക്കോടാ. ആരുടെ അടുത്താടാ? പുഷ്കരന്റെ മോനാടാ ഞാൻ. മോനെ ഗൗരവാ, എന്റെ മോനെ, നിന്റെ അച്ഛന്റെ സ്ഥിതി കണ്ടില്ലേടാ? അച്ഛാ, എന്റെ അച്ഛാ, അച്ഛനിതെന്താ അച്ഛാ പറ്റിയത്? എന്റെ അച്ഛാ, എല്ലാവരും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കുഞ്ഞിനെ ഇട്ടിട്ട് പോകും, പക്ഷെ അവര് അച്ഛനെ ഇട്ടേച്ച് പോയല്ലോ. അച്ഛാ, അവര് ഈ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി.
ഒന്ന് വേഗം വാടാ, സ്റ്റേഷനിൽ പോകാൻ സമയമായി. വെറുതെ സമയം ഇവന്റെ കളയാ. ഒരു കാര്യം. അവിടെ നിക്കടാ. അവിടെ തന്നെ നിക്ക, അവിടെ തന്നെ നിക്ക. മുതലാളി, മുതലാളി. ഇന്ന് മുതലാണ് ഞങ്ങൾ വിട്ട് പോയത്. ഞാൻ എപ്പോഴാടാ നിങ്ങളെ ഇല്ല വിട്ടു? മുതലാളി, നിങ്ങളല്ലേ വിട്ടിട്ട് പോയത്? എന്തോന്നാടാ പറയുന്നേ? അതെ മുതലാളി, ഞങ്ങൾ 5 പേര് ഒരുമിച്ചുണ്ടല്ലോ. മുതലാളിയല്ലേ ഒറ്റയ്ക്കുള്ളത്. അപ്പൊ മുതലാളിയല്ലേ ഞങ്ങളെ വിട്ട് നീ പോയത്. പറയുന്ന ലോജിക് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതിരിക്കട്ടെ, എന്റെ അച്ഛന്റെ ഫോട്ടോ എവിടെ? എന്റെ അച്ഛന്റെ ഫോട്ടോ എവിടെടാ? അറിയില്ല അല്ലേ? പറയൂ മകനെ, ആ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കില്ലേ? ആ ഫോട്ടോ എടുത്തോണ്ട് നടന്നതല്ലേ? ആ ദൈവത്തിന്റെ ഫോട്ടോ എവിടെ മോനെ? അതല്ല മുതലാളി, കോട്ടയം വലിയ പട്ടണമല്ലേ, അതുകൊണ്ട് അവൻ എവിടെ വെച്ചെന്ന് മറന്നു പോയത് അല്ലേടാ. ഫ്രണ്ട്ഷിപ്പ് ആണല്ലേ? ഇതെല്ലാം നല്ലത് തന്നെ. ഭയങ്കര സംഭവം. കണ്ടോളൂ, നന്നായി കണ്ടോളൂ. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ എവിടെയാ വെച്ചതെന്ന്? എന്റെ അച്ഛൻ ചവിറ്റുകുട്ടയിലും ഞാൻ തെരുവിലും. ഇതിന്റെ ഇടയില് എന്റെ മോൻ നിനക്കൊക്കെ ചെറിയ മുതലാളിയും നീ അവനെ കാലാട്ട് വന്നു. ഇങ്ങനെ പലതും പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേടാ. ശരി, അതൊക്കെ പോട്ടെ. എന്റെ ക്യാഷ് ബാഗ്. എടാ, നീ എവിടെയാ ഒറ്റയ്ക്ക് പോകുന്നത്? നീയും അടുത്തേക്ക് വരൂ. വരൂ, അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് വന്ന് നിക്ക. എവിടെടാ എന്റെ ക്യാഷ് ബാഗ്? പറയടാ, പറയടാ, പറഞ്ഞു തോലക്കടാ. എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ പണം എവിടെടാ? മുതലാളി, നമ്മളവിടുന്ന് തുടക്കത്തിൽ ബസ്സിൽ കയറി ഇങ്ങോട്ട് വന്നില്ലേ? തുടക്കത്തില് നമ്മൾ ഇവിടെ വന്നിട്ട് എന്നെ വിട്ട് നിങ്ങൾ പോയിട്ട് ഞാൻ നടു റോട്ടിലായി. സംഭവിച്ചതൊക്കെ നിന്നെക്കാളും നന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നീ പറ, എന്റെ ക്യാഷ് ബാഗ് എവിടെ? പിന്നെ തിരിച്ചു വരുന്ന വഴി. എനിക്ക് ആവശ്യമുള്ളത് ഫ്ലാഷ് ബാക്ക് അല്ല, ക്യാഷ് ബാഗ് ആണ്. മുതലാളി ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് വേല ചെയ്യാൻ പറ്റത്തില്ല. എന്തോ മുതലാളിയുടെ കണ്ടീഷൻ ശരിയാവുന്ന തോന്നുന്നു. ഇതൊന്ന് പിടിച്ചേ. ഈ കുഴിയാനേനെ അങ്ങനെ വിട്ടാൽ ശരിയാവൂല. ആ, അവനെ പിടിച്ചെഴുന്നേൽക്കടാ. ഇതുവരെ സ്റ്റൗ പോലും വെച്ചില്ല, അതിനു മുമ്പ് സ്ട്രൈക്കാ. അല്ല, എഴുന്നേക്ക്. എന്റെ പണം ഓടറാ. നിങ്ങളോടാടാ ചോദിക്കുന്നത്. എന്റെ ക്യാഷ് എവിടെ? ബാത്റൂമിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. നീ എങ്ങോട്ടാടാ പോകുന്നേ? കാശ് എടുത്തോണ്ട് വരാൻ പറഞ്ഞ ബക്കറ്റിൽ വെള്ളം എടുക്കുന്നോ? അവൻ പറഞ്ഞല്ലേ, അപ്പൊ എടുത്തോണ്ട് വാ. നീ പോണ്ട, നിക്ക്. പുള്ളി പറഞ്ഞ വീട്ടിലെ അത് വെള്ളം എടുത്തു. എന്താടാ നീ പറയുന്നത്? ബക്കറ്റിൽ എന്തിനാടാ വെള്ളം? എന്തിനാടാ ബക്കറ്റിൽ വെള്ളം? ബക്കറ്റിൽ എന്തിനാടാ വെള്ളം? എന്തിനാടാ ബക്കറ്റിൽ വെള്ളം? മുതലാളി, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ മുതലാളി ബോധം കിട്ട് വീഴും. അത് കഴിയുമ്പോ വെള്ളം തെളിപ്പിച്ച് എഴുന്നേപ്പിക്കാൻ വേണ്ടിയാ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത്. നീ പറയുന്നതിന് മുമ്പ് തന്നെ എന്റെ ബോധം പോലോടാ. എന്റെ പണം എവിടെന്ന് പറയടാ? മുതലാളി, പണത്തോടുകൂടി ആ ബാഗ് നഷ്ടപ്പെട്ടു മുതലാളി. പണം നിങ്ങള് നഷ്ടപ്പെടുത്തിയെന്നോ? എന്റെ വയറ് കലങ്ങുന്നേ. മുതലാളി, കൃത്യ സ്ഥലത്ത് തന്നെ വന്നു വിട്ടത്. അതാ ബാത്റൂം അവിടെയുണ്ട്. മുതലാളി അകത്തേക്ക് ചെല്ല്. കാര്യം സാധിക്കുമ്പോഴേക്കും ഞങ്ങളെങ്കിൽ എത്താം. ടോക്കൺ എടുത്ത് കൊടുക്കണം. വേഗം കൊടുക്കണം. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. നിങ്ങൾ എന്റെ കാശ് കൊണ്ടുപോയി കളഞ്ഞില്ലടാ. എന്നെ എങ്ങോട്ടാടാ പറഞ്ഞു വിടുന്നത്? ബാത്റൂമിൽ കയറിക്കും. ഇതിനൊന്നും ഒരു കുറവുമില്ല. അല്ല, നിങ്ങൾ ഇപ്പോഴും ഇതിനകത്ത് തന്നെയാണോ?